അദ്ദേഹം തന്നെ നമ്മുടെ ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് സംസാരിച്ചുകൊണ്ട് തുടങ്ങുന്നു. എൻ്റെ പേര് സേതു എന്നാണ്. ആഭ്യന്തര വിട്ടുവാളിയുടെ സംവിധായകനാണ്. സിനിമ നിങ്ങൾക്കറിയാം, ഒരു പ്രൊമോഷൻ്റെ സ്റ്റേജിൽ നിന്ന സമയത്തായിരുന്നു നമ്മൾ ഏപ്രിൽ 17 ആദ്യം വരാനിരുന്നത്. അപ്പോഴായിരുന്നു കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്ന റിലീസിങ് ഡേറ്റ് മാറിയതൊക്കെ. എന്തായാലും ഇപ്പം അക്രോസ് കേരള ഒരു 190 തിയേറ്റേഴ്സിൽ എത്തിയിട്ടുണ്ട്. വേൾഡ് വൈഡ് റിലീസാണ്. പടം നല്ല അഭിപ്രായം ആയിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം പറയാനായിട്ടാണ്. എല്ലാവർക്കും നന്ദി. ബിക്കോസ് വിഷമഘട്ടങ്ങളിൽ കൂടുന്നവരോടും എല്ലാവരോടും താങ്ക് യു. നമസ്കാരം. എല്ലാവരോടും ആദ്യം തന്നെ ഒരു നന്ദി പറയുന്നു ഇവിടെ എത്തിച്ചേർന്നത്. ഇപ്പോൾ സേതു പറഞ്ഞ പോലെ ഈ സിനിമയ്ക്കുണ്ടായ ഏറ്റവും വലിയൊരു വെല്ലുവിളി ഇതിൻ്റെ നമുക്കറിയാം, ഒരു പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കുമ്പോൾ ഏറ്റവും നല്ല മാർക്കറ്റിംഗ് ചെയ്ത് അത് നമുക്ക് തൃപ്തിയാകുമ്പോഴാണ് ആ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുക. അപ്പം ഞങ്ങൾ അങ്ങനെ നിന്ന ഒരു സ്റ്റേജിൽ ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പബ്ലിസിറ്റീസും ഇൻക്ലൂഡിങ് ചാനൽസും പ്രിന്റ് ആൻഡ് പ്രസ് എല്ലാത്തിലും നമ്മൾ പ്രൊമോഷൻസ് ചെയ്ത് കഴിഞ്ഞ് നിന്നൊരു സമയത്തായിരുന്നു ഇതിനൊരു കേസ് ഉണ്ടാവുകയും ഒരു സ്റ്റേ വരികയും ഇതിൻ്റെ റിലീസ് പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വരികയും ചെയ്തത്. അപ്പോൾ അത് അറിയാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേർക്ക് ഈ സിനിമ ഇറങ്ങിപ്പോയതാണോ, ഇത് കാണാൻ പറ്റില്ല, ഇത് ഇറങ്ങിയത് അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ടായിരുന്നു. ശരിക്കും ഈ സിനിമ ഇറങ്ങിയത് ഇന്നാണ്. അപ്പോൾ അത് ഇനി നിങ്ങൾ വേണം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ. ഇപ്പം സിനിമയെ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് ഇതിൻ്റെ ഒരു റിലീസ് അപ്ഡേറ്റ് പ്രോപ്പറായിട്ട് കിട്ടിയിട്ടുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ബാക്കിയുള്ളവരിലേക്ക് ഇത് എത്താൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യണം. ഇപ്പം ഷോ കഴിഞ്ഞ് ഇന്ന് രാവിലെ മുതൽ കിട്ടുന്ന ഒരു അഭിപ്രായങ്ങളാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു റെക്കമെൻഡേഷൻ നിങ്ങളുടെ മുന്നിൽ വെക്കാനുള്ള ഒരു ധൈര്യം തന്നത്. മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ഈ സിനിമയെ പറ്റി ആളുകളിലേക്ക് സ്പ്രെഡ് ആവുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ബാക്കി ജഗദീശൻ പറയുന്നു. വളരെ സന്തോഷം. ആദ്യമേ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇങ്ങനെ വളരെ ഷോർട്ട് നോട്ടീസ് തന്നിട്ടും എല്ലാവരും സജീവമായി തന്നെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് നിങ്ങളോടുള്ള നന്ദി ആദ്യം രേഖപ്പെടുത്തുന്നു. പ്രൊമോഷൻ സമയത്ത് ഞങ്ങൾ അവകാശവാദങ്ങളൊന്നും ഉന്നയിച്ചിരുന്നില്ല. പക്ഷേ ആ സമയത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് തെളിഞ്ഞതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. അന്ന് പറഞ്ഞിരുന്നു ആസിഫ് അലിയുടെ വൺ ഓഫ് ദി മോസ്റ്റ് ബ്രില്യൻറ്റ് പെർഫോമൻസസ് ആയിരിക്കും എന്ന് ഞാനന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ തിയേറ്ററിൽ നിന്ന് റിപ്പോർട്ടുകൾ കിട്ടുന്നത് ആസിഫിന് ഏറ്റവും കൂടുതൽ ഒരു കയ്യടി കിട്ടുക എന്നുള്ളത് പെർഫോമൻസിനും ആ ഉന്നയിക്കുന്ന കാര്യങ്ങൾക്കും കയ്യടി കിട്ടുന്നുണ്ട്. അതാണ് സന്തോഷം. പെർഫോമൻസിന്റെ കയ്യടി ഒരു വശത്ത്, മറുവശത്ത് ഉന്നയിക്കുന്ന കാര്യങ്ങൾ, വാദിക്കുന്ന കാര്യങ്ങൾ, അതിന് സേതുവിന് ഒരു വലിയ കയ്യടി കൊടുക്കണം. സേതു ഒരു റൈറ്ററും കൂടിയാണ്. കാരണം ഇതൊരു ഡെലിക്കേറ്റ് സബ്ജക്റ്റ് ആണ്. ഇന്നത്തെ കാലത്ത് എല്ലാവരും സ്ത്രീപക്ഷത്തിന് വേണ്ടി വാദിക്കുന്ന, അല്ലെങ്കിൽ അതിന് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്ന, ഇവിടെ സ്ത്രീപക്ഷമെന്നോ പുരുഷപക്ഷമെന്നോ ഇല്ലാതെ തെറ്റാരുടെ ഭാഗത്തോ അവരാണ് ശിക്ഷിക്കപ്പെടേണ്ടത്. അതല്ലാതെ പുരുഷനെന്നോ സ്ത്രീയെന്നോ നോക്കിയിട്ടല്ല ഒന്ന് കൈകാര്യം ചെയ്യേണ്ടത് എന്ന ഒരു കാര്യമാണ് ഈ ചിത്രത്തിലൂടെ പറഞ്ഞു വെക്കുന്നത്. ഇതൊരു പുരുഷപക്ഷ സിനിമയല്ല, സ്ത്രീപക്ഷ സിനിമയല്ല. ഏറ്റവും കൂടുതൽ രസകരമായിട്ടുള്ള കാര്യം, ഇതിൽ പുരുഷന് വേണ്ടി എന്തെങ്കിലും വാദിക്കുന്നുണ്ടെങ്കിൽ അതിന് കൂടുതൽ കൈയടിക്കുന്ന സ്ത്രീകളാണ്. അതൊരു സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ന്യായത്തിന്റെ കൂടെ സ്ത്രീകൾ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നമ്മുടെയൊക്കെ മുഖം കണ്ട എല്ലാവർക്കും അറിയാം, ഇതിൻ്റെ ഒരു സക്സസിന്റെ കോൺഫിഡൻസ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതിപ്പോൾ സിദ്ധാർത്ഥൻ, ഞാനും കൂടെ താഴെ ധീരന്റെ പ്രൊമോഷനിൽ അറ്റൻഡ് ചെയ്യായിരുന്നു. അപ്പോൾ സിദ്ധാർത്ഥൻ വളരെ സന്തോഷത്തോടെ കലക്കി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. ആദ്യത്തെ റിപ്പോർട്ട് തന്നത് സിദ്ധാർത്ഥനാണ്. പടം വലിയ ഒരു സക്സസ് ആണെന്നുള്ള റിപ്പോർട്ട് തന്നത് സിദ്ധാർത്ഥനാണ്. ഇപ്പോൾ ടീമിൻ്റെ വർക്കാണ്. ഞങ്ങൾ ഇപ്പോഴും വലിയ അവകാശവാദങ്ങളൊന്നും പറയുന്നില്ല. ഈ സിനിമ ഞങ്ങൾ പറയുന്നു ഒരു പക്ക എൻ്റർടൈനറാണ്. ആ എൻ്റർടൈൻമെൻറ്റിൽ കുറേ നല്ല കാര്യങ്ങൾ, സമൂഹത്തിന് വേണ്ടിയുള്ള നല്ല കാര്യങ്ങൾ ഈ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് തന്നെ ഞങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ അഭിമാനമാണ് ഞങ്ങൾക്ക്. അതല്ലാതെ ഇതൊരു ഡോക്യുമെൻറ്റേഷൻ അല്ല, ഡോക്യുമെൻ്ററി സ്റ്റൈലല്ല, ഡ്രൈ അല്ല, ഒട്ടും ഡ്രൈ അല്ല. എൻ്റർടൈൻമെൻറ്റ് പാക്റ്റ് ആണ്. ഇതിലുള്ള ഓരോ ആർട്ടിസ്റ്റും മാക്സിമം എഫേർട്സ് ഇട്ടിട്ടുണ്ട്. ഈ പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വലിയ സക്സസിന് വേണ്ടി ആയിരിക്കാം ഈ തടസ്സങ്ങൾ വന്നത്. ഈശ്വരൻ അങ്ങനെ തടസ്സങ്ങൾ തന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു വലിയ ഹിറ്റിൻ്റെ ഭാഗമാകാൻ കഴിയുക എന്ന് പറയുന്നത്, അതിൽ വ്യക്തിപരമായി എനിക്കും വളരെയധികം സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തരോടും ഉള്ള നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ രേഖപ്പെടുത്തുന്നു. ഇതിൽ നിങ്ങൾ എല്ലാവരും കാണണം. ആ കണ്ട് ഇഷ്ടപ്പെട്ടാൽ
ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക. അത് ഞങ്ങൾക്ക് കൂടുതൽ കോൺഫിഡൻസ് തരും. ഇതേപോലുള്ള നല്ല ചിത്രങ്ങളുടെ ഭാഗമാകാൻ ഞങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ കഴിയും. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ ഒന്നിന്. നല്ല അഭിപ്രായം കേൾക്കുന്നുണ്ട്. ഇപ്പം ജഗദീഷ് ചേട്ടൻ പറഞ്ഞാൽ കുറച്ച് നേരം ആയിട്ടുള്ളൂ, നമ്മൾ ഓഫ് തിയേറ്ററിലില്ലായിരുന്നു. ഇവിടെ ഈ പ്രൊമോഷൻസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സോ ഓൺലൈനിലാകുമ്പോഴും ഒന്ന് രണ്ട് ആൾക്കാരെ വിളിക്കുമ്പോഴും അതിയായ സന്തോഷമുണ്ട്. നല്ലൊരു വേഷമാണ് എനിക്ക് സേതു തന്നത്. സോ അതിനാദ്യമേ ഞാൻ നൈസാമിനോടും സേതുവിനോടും നന്ദി പറയുന്നു. താങ്ക് യു. ആദ്യമായി എല്ലാവർക്കും നന്ദി പറയുകയാണ്. പിന്നെ സിദ്ധാർത്ഥ പറഞ്ഞ പോലെ എനിക്കും നല്ലൊരു വേഷമാണ് ചെയ്തു തന്നത്. അത് സിനിമ കണ്ടിട്ടുള്ള എൻ്റെ കുറേ ഫ്രണ്ട്സ് ഒരു ഫാമിലിയായിട്ടാണ് കണ്ടത്. പിന്നെ കൊല്ലംകോട് നിന്നാണ് ആദ്യം വിളിക്കുന്നത്. കൊല്ലംകോട് നിന്ന് എൻ്റെ ആദ്യം തന്നെ ഫ്രണ്ടും കണ്ടിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നന്നായിട്ട് മൂവി വളരെ രസമുണ്ട്. കാരണം നമ്മൾ മലയാള സിനിമയിൽ ഇതുവരെ പറയാത്തൊരു മേഖലയിലാണ് കഥ പറഞ്ഞിരിക്കുന്നത്. അത് നന്നായി വർക്കായിട്ടുണ്ട്. അഭിനയിച്ച എല്ലാവരും തന്നെ വളരെ ഭംഗിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല ഡയറക്ഷനാണ്, നല്ല സ്ക്രിപ്റ്റിംഗാണ്. പിന്നെ ഈ സിനിമ ആരും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ സിനിമയുടെ കഥ പറയുന്നത്. കാരണം എൻ്റെ വൈഫ് ഞാൻ കൂടിയാണ് സിനിമ കണ്ടത്. അപ്പോൾ ആ വൈഫ് പറഞ്ഞത് നല്ല രസമായിട്ടുണ്ട് സിനിമ, നല്ല ഭംഗിയായിട്ട് ഇത് സ്ത്രീകൾക്ക് ആസ്വദിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഫാമിലി മൂവിയാണ്. അതെല്ലാവരും കാണണം. എല്ലാവരും കണ്ടാൽ മാത്രം പോരാ. ജഗദീഷ് പറഞ്ഞ പോലെ എല്ലാവരോടും പറയണം ഇത് നല്ലൊരു മൂവിയാണെങ്കിൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല തീർച്ചയായിട്ടും പറയാൻ മറക്കരുത്. താങ്ക് യു. എല്ലാവർക്കും ഒരുപാട് നന്ദി. കാരണം ഞങ്ങൾ പണം നമ്മുടെ ചെയ്യുന്ന പ്രോജക്റ്റ് അത് നല്ലതാണോ ചീത്തയാണോ എന്നറിയുന്നത് ഞങ്ങൾ നല്ലതാണെന്ന് ഞങ്ങളുടെ ടീം പറയുന്നതല്ല. പക്ഷേ ഞങ്ങൾക്ക് അറിയാത്ത ആൾക്കാർ ഇൻസ്റ്റയിലായിരുന്നാലും ഫേസ്ബുക്കിലായാലും മെസ്സേജ് അയക്കുമ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മുടെ പടം നന്നായി എന്ന്. എനിക്ക് ഒരുപാട് ഇൻസ്റ്റയിൽ മെസ്സേജ് വന്നു. അതിലുപരി നമുക്കറിയാവുന്ന പല ആൾക്കാരും വിളിച്ചിട്ട് നല്ല പടം എന്ന് പറഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ പടം ഇത് ഇറങ്ങിയത് ഈസ്റ്റർ ദിനത്തിലായിരുന്നു. അതിൻ്റെ പ്രൊമോഷനൊക്കെ ഭയങ്കര ഗംഭീരമായിട്ട് നമ്മുടെ ഓൺലൈൻ പ്രൊമോഷനൊക്കെ ചെയ്തതാണ്. ഇത് ഒന്ന് താഴ്ന്നു പോയി. ഇത് ഇറങ്ങിയെന്ന് ഇപ്പൊ ആസിഫ് പറഞ്ഞ പോലെ ഇത് ഇറങ്ങിയെന്ന് വിചാരിച്ച ഒരുപാട് പേരുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ഇന്നാണ് ഇറങ്ങിയത്. അപ്പൊ എല്ലാവരിലും എത്തിക്കണം. ഇതൊരു നല്ല മൂവിയാണ്. ഒരുപാട് റെസ്പോൺസ് ഉണ്ട്. അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങളെ സഹകരിച്ച എല്ലാവർക്കും നന്ദി. എല്ലാവരും കാണണം. താങ്ക് യു സോ മച്ച്. പ്രൊമോഷന്റെ സമയത്ത് എല്ലാവരും ചോദിച്ചൊരു ചോദ്യമായിരുന്നു, സിനിമയുടെ നായിക എന്തുകൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്ന്. അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ നായിക ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. രണ്ടുപേരുണ്ട്. ഒന്ന് തുളസി, പിന്നെ ശ്രേയ രുക്മിണി. ആദ്യം തുളസിക്ക്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് മൂവി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൽ. കുറേ തടസ്സങ്ങളൊക്കെ വന്നെങ്കിലും ഇപ്പോൾ അതിനുള്ളൊരു പോസിറ്റീവ് റെസ്പോൺസ് ഒക്കെ കിട്ടുന്നത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇത്രയും നല്ലൊരു ക്യാരക്ടർ എനിക്ക് തന്ന സേതു ചേട്ടനോടാണ് എനിക്ക് ഈ അവസരത്തിൽ ഏറ്റവും വലിയ നന്ദി പറയാനുള്ളത്. താങ്ക് യു. പിന്നെ ആസിഫ്ക നല്ല അടിപൊളി സപ്പോർട്ടായിരുന്നു. ഒരു ബിഗിനറിന് കിട്ടാൻ പറ്റുന്നതിൽ ഏറ്റവും നല്ല ഒരു സപ്പോർട്ട് തന്ന് നമുക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസും കാര്യങ്ങളും എല്ലാം കംഫർട്ടും എല്ലാം ആസിഫ്ക തന്നിട്ടുണ്ട്. പിന്നെ ഇതിലുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും ഞാൻ കുറച്ച് നെർവസാണ്. എല്ലാവരോടും നന്ദി. അസോസിയേറ്റ് ഡയറക്ടേഴ്സ്, പിന്നെ മേക്കപ്പ് ചെയ്ത ടീം, കോസ്റ്റ്യൂം, അങ്ങനെ എല്ലാവരും, ഫുഡ് തന്ന ചേട്ടന്മാർ, എല്ലാവരോടും താങ്ക് യു പറയാനുള്ളത്. പൈസ തന്ന പ്രൊഡ്യൂസർ, സോറി, ഇല്ല മറന്നിട്ടില്ല. നൈസാംക, താങ്ക് യു. പിന്നെ എല്ലാവരും കാണാത്തവർ പോയി കാണാൻ സപ്പോർട്ട് ചെയ്യാം. അത്രയും ഇപ്പോൾ പറയാൻ പറ്റും. താങ്ക് യു സോ മച്ച്.
ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. ഇത് ആക്ച്വലി എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്നൊരു, കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ത്രെഡുള്ളൊരു നല്ലൊരു മൂവിയാണ്. ആക്ച്വലി ആസിഫിക്കൊക്കെ പറഞ്ഞതുപോലെ നമ്മൾ മുന്നേ ആണ് ഇത് റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ സാഹചര്യങ്ങൾ അങ്ങനെ വന്നതുകൊണ്ട് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇത് ഇപ്പോൾ ആൾക്കാരെ ചോദിക്കുന്നത്, ഇത് റിലീസ് ചെയ്തത് അറിഞ്ഞില്ലല്ലോ, പടം ഇറങ്ങിയത് അറിഞ്ഞില്ല, പലരിലേക്കും എത്തിയിട്ടില്ല എന്നുള്ളൊരു കാര്യം പലരും പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ അഭിപ്രായങ്ങൾ എല്ലാവരും ഷെയർ ചെയ്തിട്ട് വേണം ഇനി നമ്മൾക്ക് മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ എന്താ പറയുക, ഞാൻ കുറച്ച് നമസ്കാരം, എല്ലാവർക്കും നന്ദി വന്നതിന്. അപ്പോൾ ഈ പടം ഈ പറഞ്ഞ പോലെ എല്ലാതരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് അങ്ങനത്തെ റിപ്പോർട്ട്സാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ എല്ലാ ആക്ടേഴ്സിൻ്റെ കൂടെയും എനിക്കും ഒരു നല്ലൊരു വേഷം ചെയ്യാൻ കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇതിൻ്റെ ഇവിടെ നിന്ന് അസോസിയേറ്റ് പിന്നെ അച്ചുമണി എന്നുള്ള ആക്ടേഴ്സ് ഉണ്ടാണ്, നൈസാമിക്കും എല്ലാവർക്കും നന്ദി, സന്തോഷം. അപ്പോൾ എല്ലാവരും മാക്സിമം തിയേറ്ററിൽ തന്നെ പോയി ഈ സിനിമ കാണുക. നല്ലൊരു സിനിമ വന്നിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. താങ്ക് യു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഒരു സത്യം പറയാം, ചെയ്തതിലും സന്തോഷവും ഭയങ്കര സന്തോഷം തോന്നി ഇത് കണ്ടപ്പോൾ. അത്രയ്ക്ക് രസമായിട്ടാണ് ചെയ്തു അജയും പടം ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അത്ര നന്നായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും പോയി കാണണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, എല്ലാവരോടും പറയണം. ഞാൻ ആസിഫിൻ്റെ അമ്മയായിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ആസിഫിൻ്റെ കൂടെ ചെയ്യുന്ന 9ാമത്തെ പടമാണ്. ഇനി 10ാമത്തേന് വലിയൊരു ആവശ്യമുണ്ടാവും. നന്ദി. ഈ സിനിമ റിലീസ് പ്രഖ്യാപിച്ച് അന്ന് മുതൽ സഹദേവൻ കുറ്റക്കാരനാണോ അല്ലെങ്കിൽ എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം. പക്ഷേ സഹദേവനും അപ്പുറം ഞങ്ങളുടെ നിർമ്മാതാവ് നൈസാം സലാം ജില്ലാ കോടതി മുതൽ ഹൈക്കോടതി മുതൽ സുപ്രീം കോടതി വരെ എത്തി ഇന്നലെ വരെ ഇതിന്റെ സത്യം തെളിയിക്കാൻ വേണ്ടി നടക്കുകയായിരുന്നു. പ്രിയപ്പെട്ട നിർമ്മാതാവ് ശ്രീ നൈസാം സലാമിനെ ക്ഷണിച്ചുകൊള്ളുകയാണ്. വളരെ സന്തോഷമുണ്ട്. സാറിന് ഒരു ഭയങ്കരമായ പ്രൈസസ് ആയിരുന്നു. ഒരു ഏത് സൈഡിൽ നിന്നാണ് ഇതൊക്കെ വരുന്നതെന്ന് പോലും അറിയാൻ പറ്റാത്ത ഇത്ര ബുദ്ധിമുട്ടിച്ചു. പക്ഷെ ആരോടും പ്രത്യേകിച്ച് വിരോധമോ വിഷമമൊന്നും ഇല്ല. ഇതോടുകൂടി അതെല്ലാം കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. സിനിമ കണ്ടപ്പോൾ വളരെ സന്തോഷം. ഒരുപാട് പോസിറ്റീവ് അഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങളിലൂടെ പബ്ലിക്കിലെത്തണം, ഓഡിയൻസ് പണം കാണണം. അപ്പോൾ വേണ്ട വിധത്തിലുള്ള എല്ലാ സപ്പോർട്ടും നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഇനി നിങ്ങളാണ് സിനിമ കണ്ടത്. നിങ്ങളുടെ ചോദ്യങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട ആർട്ടിസ്റ്റിനോട് ചോദിക്കാം. ഇത്രയും വർഷം ശേഷം ഇതിലും വിവാഹം ശേഷം ഒരു പുരുഷനെ കണ്ടുപിടിക്കുന്ന മറ്റൊരു വിഷയം ചൂണ്ടിക്കാണിക്കുന്നു. അപ്പൊ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ്, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം ആ ഒരു ചേഞ്ച് വരുത്തണമെന്ന്, അല്ലെങ്കിൽ ഈ കഥ കേട്ടപ്പോഴാണ് ഇത് ചെയ്യുമ്പോൾ വിവാഹത്തിന്റെ ഒരു രീതിയിലും ഇതിനെ നമുക്ക് ക്യാരക്ടറെ കാണാൻ പറ്റില്ല. അപ്പം ആ ഒരു പ്രശ്നങ്ങൾ കാണാൻ പറ്റില്ല. അപ്പൊ അത്തരത്തിലുള്ള ചേഞ്ചുകൾ വരുത്താൻ കറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കാരണം ഞാൻ ഈ സ്ക്രിപ്റ്റ് ആദ്യം എൻ്റെ അടുത്ത് സേതു നറേറ്റ് ചെയ്ത സമയം മുതൽ എൻ്റെ ഒരു കൺസേൺ ഇത് കെട്ടിലാണ്ടമാലയുടെ എന്തെങ്കിലുമൊക്കെ ഒരു ഫോൺ ചെയ്തു എന്തെങ്കിലുമൊക്കെ ഒരു ഫ്ലേവർ ഇതിൻ്റെ അകത്തേക്ക് വരുമോ എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം സംസാരിച്ചതാണ്. പക്ഷെ ഇതിനെ ഞാനൊരു ഇൻഡിപെൻഡന്റ് സ്ക്രിപ്റ്റായിട്ട് തന്നെയാണ് കണ്ടത്. എനിക്ക് പറയാനുള്ള കാര്യങ്ങളായിട്ടും അങ്ങനെയൊന്നുമല്ല. അതിൻ്റെ ഒരു സ്ക്രിപ്റ്റിന്റെ സ്ക്രീൻ പ്ലേയുടെ ഒരു ഭംഗി തന്നെയായിരുന്നു എനിക്കിത് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ സേതു ഇതിൽ അത്യാവശ്യം നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ട് ഇതിന്റെ മൊത്തം പ്രോസസ്സ്. അപ്പൊ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് നറേറ്റ് ചെയ്ത് തരുന്ന സമയത്ത് നമുക്ക് വേറെ കൺഫ്യൂഷൻസോ ചോദ്യങ്ങളോ ഒന്നും ഉണ്ടാവാത്ത രീതിയിൽ തന്നെ സേതുവിന് ഇത് പ്രസന്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്.
അപ്പൊ എനിക്ക് ബേസിക്കലി ചെയ്യുന്ന സമയത്തും ഈ പറയുന്ന രണ്ട് സിനിമയായിട്ടും 2 ക്യാരക്ടേഴ്സായിട്ടും തന്നെയാണ് എനിക്ക് ആ പറയുന്ന പൊളിറ്റിക്സിനോടൊരു സിമിലാരിറ്റി ഫീൽ ചെയ്യുമെന്നായിരുന്നു എൻ്റെ കൺസേൺ ഉണ്ടായിരുന്നത്. പടം കണ്ടു, ഗംഭീരമായിരുന്നു. താങ്ക് യു. അപ്പം ശരിക്കും ഇങ്ങനത്തെ ഒരു കഥാപാത്രങ്ങൾ കാണുമ്പോൾ ആ തിയേറ്ററിൽ വരുന്ന ഓരോ ഗൈഡ് കാണുമ്പോൾ സമൂഹത്തിൽ ഇങ്ങനത്തെ നടക്കുന്ന പല കാര്യങ്ങളും നമുക്ക് റിമൈൻഡ് ചെയ്യപ്പെടുകയാണ്. നിയമങ്ങൾ പലപ്പോഴും ചൂഷണത്തിലാവുകയും പല വ്യക്തികളും അനുഭവിക്കുന്ന ഒരു പെയിൻ ഇപ്പോൾ ആ സമയത്ത് നമ്മൾ അതിനുശേഷം അവരുടെ ജീവിതം എങ്ങനെയൊന്നും അറിയുന്നില്ല. അപ്പോൾ ആ കഥാപാത്രത്തിൻ്റെ ജീവിതം കാണുമ്പോൾ അങ്ങനെ ഫീൽ ചെയ്തായിരുന്നു. അപ്പോൾ എത്രത്തോളം ടഫാണ് ആ കഥാപാത്രമായി മാറാനായിട്ട്? ഇങ്ങനൊരു നമ്മൾ കുറേ വാർത്തകളൊക്കെ കാണുന്നുണ്ടായിരിക്കുന്നു, അതിനൊക്കെ റിസർച്ച് ചെയ്ത് നോക്കിയായിരുന്നു. ശരിക്കും എനിക്ക് സേതു ഇതിന്റെ സ്ക്രിപ്റ്റ് പ്രസന്റ് ചെയ്ത സമയത്ത് ഇതിന്റെ ഒരു സാധ്യത പറഞ്ഞു തന്നിട്ടാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് എന്നോട് പറഞ്ഞതും. ഇങ്ങനെ അതായത് ഒരു കുടുംബ കോടതിയിൽ ഇപ്പം കണ്ടവർക്ക് മനസ്സിലാവും, ആ കുടുംബ കോടതി കയറി കഴിഞ്ഞാൽ അതിന്റെ മൊത്തം അറ്റ്മോസ്ഫിയർ കാണിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കേസുകളായിട്ട് പല രീതിയിലുള്ള കേസുകൾ വരുന്നതാണ്. ഈ സിനിമ ഇപ്പൊ കണ്ടു കഴിഞ്ഞ് ഇത്രയും നേരത്തിനിടയിൽ വന്ന പല കോളുകളിലും നമുക്ക് അറിയാവുന്നവര്, നമ്മള് ഫ്രണ്ട്സിന് അറിയാവുന്നവര്, അവരെല്ലാം അനുഭവിച്ച പല കാര്യങ്ങളും പറഞ്ഞു പോകുന്നതിനെ പറ്റിയിട്ടൊക്കെ മെൻഷൻ ചെയ്തിരുന്നു. അപ്പൊ എനിക്ക് അതിന്റെ കംപ്ലീറ്റ് ക്രെഡിറ്റും എനിക്ക് സേതുവിന്റെ ആ റിസർച്ചിൽ തന്നെയാണ്. നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്ന പല കാര്യങ്ങളും നമുക്ക് ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കണ്ടേ എന്ന് തോന്നിയിട്ടുള്ള ചില വിഷയങ്ങൾ, അപ്പൊ അതൊക്കെ തുറന്നൊരു സിനിമയിലൂടെ അതും ഏറ്റവും കോമൺ ആയിട്ടുള്ള ഓഡിയൻസിന് കണക്ട് ആവുന്ന രീതിയിൽ പ്രസന്റ് ചെയ്യാൻ ചെയ്തു കാണിച്ചൊരു ധൈര്യമാണത്. ഒരു വക്കീലിന്റെ കഥാപാത്രം ആകുമ്പോഴും ആ ഒരു അവസാനം പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഞാൻ പറയുന്നില്ലത്. അപ്പം അങ്ങനത്തെ ചില ഇമോഷൻ, ഇപ്പോൾ ഒരു നിയമത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്ന ആരാണ് അയാളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു. പക്ഷേ ഇങ്ങനത്തെ പല കേസുകളും നമ്മുടെ സൊസൈറ്റി നടക്കുന്ന സമയത്ത് പലപ്പോഴും കഴിഞ്ഞിടെ തന്നെ ഒരു വാർത്തയുണ്ടായിരുന്നു. ഒരു അധ്യാപകന് നേരെ ഒരു വിദ്യാർത്ഥി കൊടുത്തൊരു കേസിന്റെ പുറകെ അദ്ദേഹം 5 വർഷം ജയിലിൽ കിടന്നത്. പക്ഷെ പിന്നീട് ഇറങ്ങിയപ്പോൾ പോലും ജയിലിൽ നിന്ന് ഇറങ്ങിയെന്നുള്ളൊരു ഇത് കാരണം ആ കുറ്റം ചെയ്തു എന്ന് തന്നെയാണ് ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടുന്നത്. ശരിക്കും നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഉണ്ടാകുന്ന ഒരു കുറേ ഇങ്ങനെ ഒരുപാട് തെറ്റിദ്ധാരണപ്പെട്ടിട്ട് ഒരുപാട് വ്യക്തികൾ അനുഭവിക്കപ്പെടുന്നത്. ഇങ്ങനൊരു കഥ കേട്ടപ്പോൾ ചേട്ടൻ മനസ്സിൽ തോന്നി എന്തൊക്കെയാണ്? അല്ല, നല്ല ചോദ്യമാണ്, വളരെ കറക്റ്റാണ്. കാരണം നമ്മുടെ നിയമ സംവിധാനം എന്ന് പറയുമ്പോൾ ഒരു രാത്രി കൊണ്ടോ ഒരു പകൽ കൊണ്ടോ മാറ്റിയെടുക്കാൻ കഴിയില്ല. പക്ഷേ ഇതേപോലുള്ള ചിന്തകൾ സമൂഹത്തിൽ നമ്മൾ ഇടുകയാണ്. നിങ്ങൾ ഈ സിനിമ കണ്ട് ആസ്വദിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ, സന്തോഷിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇതില് വ്യക്തിപരമായി അല്പം നൊമ്പരമുള്ള ഒരാളുണ്ട്. ഈ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരും സന്തോഷിക്കുകയാണ്. സംവിധായകൻ സേതുവിൻ്റെ സ്വന്തം അനുഭവ കഥ ഇതിനകത്തുണ്ട്, അദ്ദേഹത്തിൻ്റെ നൊമ്പരങ്ങളും കൂടെ ഇതിനകത്തുണ്ട്. ആ വേദനയിൽ ഉൾക്കൊണ്ട് എഴുതിയ ഒരു കഥയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അക്ഷരങ്ങളിൽ അല്പം രക്തവും കാണാൻ കഴിയും. അത്രത്തോളം വേദനിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ ആ സമയത്ത് അവരെല്ലാവരും അനുഭവിച്ച വേദന, വിഷമമെല്ലാം എന്നോട് പറയേണ്ടത്. അപ്പോൾ ആ വിഷമത്തിൽ ഉൾക്കൊണ്ടാണ് അദ്ദേഹം ഈ തിരക്കഥ എഴുതിയത്. അപ്പൊ അതുകൊണ്ട് ജീവിതഗന്ധിയായിട്ടുള്ള ഒരു കഥയാണ്. നിയമത്തിൽ യഥാർത്ഥത്തിൽ ആര് തെറ്റ് ചെയ്തിട്ടുണ്ടോ അവർ ശിക്ഷിക്കപ്പെടണം. അല്ലാതെ നമുക്ക് കേട്ടിട്ട് ഉടൻ തന്നെ അത് ഇയാളായിരിക്കും, അത് അയാളായിരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ പ്രതിക്കൂട്ടിൽ നിർത്തരുത് എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പൊ നിയമത്തിന്റെ കാര്യത്തിൽ ഇതേപോലുള്ള കാര്യത്തിലൊക്കെ നമ്മൾ കുറെ ചിന്തകൾ, കാലത്തിന് അനുസരിച്ചുള്ള കുറെ മാറ്റങ്ങൾ നമ്മുടെ നിയമത്തിൽ വരണം എന്നുള്ള ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചതാണ് ഈ ചോദ്യം. ഇതേപോലുള്ള ചോദ്യങ്ങൾ ഉയർന്നാൽ ആഭ്യന്തര കുറ്റവാളി അതിൻ്റെ ആ ലക്ഷ്യത്തിലെത്തിയെന്ന് നമുക്ക് സന്തോഷിക്കാം. ശരിക്കും ഇത് തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ പല ഡയലോഗ്സിന് കിട്ടുന്ന കയ്യടിയാണ് ഈ സിനിമയുടെ ഒരു പ്രസക്തി, ഈ സമയത്ത് ഈ സിനിമയുടെ ഒരു പ്രസക്തി ഞങ്ങൾക്ക് മനസ്സിലായത്. അത് ശരിക്കും എനിക്കൊന്ന് സേതു പേഴ്സണലി കളക്ട് ചെയ്തിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളിനെ റെപ്രസെന്റ് ചെയ്ത് എഴുതിയ ഡയലോഗ്സിന്റെയും കൂടെ ഒരു പ്രത്യേകതയായിരിക്കും അത്. എന്തായാലും ഇതേപോലത്തെ സിനിമ ചെയ്യാന്ന് പറയുന്ന ഒരു ചെറിയൊരു കറേജ് അല്ല വേണ്ടത്. ഇങ്ങനൊരു സബ്ജക്റ്റ് പ്രഷറിലേക്ക് എത്തിക്കുക, അത് ഒരു കുറച്ച് ഹ്യൂമറോടെ തന്നെ എന്നാൽ അത് പ്രസന്റ് ചെയ്ത് ആ പെയിനോടെ ചെയ്യുക എന്ന് പറയുന്ന ചെറിയൊരു കാര്യമല്ല. ഫസ്റ്റ് ഓഫ് ഓൾ അതിന് കൺഗ്രാജുലേഷൻസ്. അപ്പം ഇങ്ങനൊരു സബ്ജക്റ്റ് ചെയ്തു എങ്ങനെയാവും റിസൾട്ട് എന്നൊരു പേടി. കാരണം ഒരുപാട് സ്ത്രീപക്ഷ സിനിമകൾ വരുന്ന കാലഘട്ടമാണ്, കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന സിനിമകളാണ് അങ്ങനത്തെ സിനിമകൾ. പക്ഷെ ഇങ്ങനൊരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, കോൺട്രവേഴ്സീസ് ആവോ എന്ന പേടി ഉണ്ടായിരുന്നു? ഇല്ല, കോൺട്രവേഴ്സി ആവോ എന്നൊരു പേടി ഒരിക്കലും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇത് ചർച്ച ചെയ്യപ്പെടും എന്നുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നു. പിന്നെ അതിന് ആദ്യം വേണ്ടത് ഒരു നായക നടൻ. നമുക്കറിയാലോ, ഒരു സിനിമ സംഭവിക്കണമെങ്കിൽ എപ്പോഴും ഒരു നായക നടൻ അദ്ദേഹം ആ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാവണം.
അപ്പോൾ ആസിഫ് ബ്രോയോട് ഞാൻ കഥ പറഞ്ഞപ്പം ആസിഫ് ബ്രോ തന്നൊരു വെൽക്കമിങ്, അതാണ് ശരിക്കും ഈ സിനിമ മുന്നോട്ട് വരാനായിട്ടുള്ള ഒരു കാരണം. ശരിക്കും പറയാം, ഇങ്ങനൊരു സബ്ജക്റ്റ് മുന്നോട്ട് വെക്കുമ്പോൾ അപ്പോൾ തിയേറ്ററിൽ പേരുകൾ ഒരുപാട് പോയിന്റുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും എനിക്ക് പേഴ്സണൽ തോന്നിയത് ഇപ്പോൾ നിയമമായാലും നിയമപാലകരായാലും നിയമം നടത്തുന്നവരായാലും ശരി, അത് ഈക്വൽ ആയിരിക്കണം. അത് രണ്ട് ആണെന്ന പെണ്ണെന്ന വ്യത്യാസം ഉണ്ടാവാതെ, അത് ഇപ്പോൾ കാലതാമസം ഒരു കേസ് കൊടുത്താൽ പോലും അതൊരു കാലതാമസം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് പുറകെ നടക്കുന്നുണ്ടാകുന്ന നമുക്ക് ഫിനാൻഷ്യലായാലും നമ്മുടെ ജോലിയായാലും കുടുംബമായാലും ഒരുപാട് ബാധിക്കപ്പെടുന്നുണ്ട്. അത് ആരും അറിയപ്പെടുന്നില്ല. അതൊക്കെ ഈ ചെറിയ സീനുകളിലാണ് നമുക്ക് കൃത്യമായിട്ട് അത് കൺവേ ആവുന്നുണ്ട്. അപ്പോൾ ശരിക്കും നിയമത്തോടുള്ള നിയമപാലകരോടുള്ള ഒരു ചോദ്യമല്ലേ അത്? അല്ല, ശരിക്കും ഇപ്പൊ ബ്രോ പറഞ്ഞതിനകത്ത് എനിക്ക് തോന്നിയൊരു കാര്യം, ഒരാള് ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയെ കൂടെ കടന്നു പോകുക എന്ന് പറയുന്നത്, ഒരു കുറ്റം അയാളുടെ പേരിൽ ആരോപിക്കപ്പെടുന്ന സമയത്ത് അത് അയാൾ ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്നത് വരെ അയാളുടെ ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ. അതാണ് ഒരു രീതിയിൽ ഈ സിനിമയിലെ സഹദേവനാണേലും ഈ പറയുന്ന മക്കാരക്കാരുടെ ക്യാരക്ടറാണേലും സിദ്ധുവിന്റെ ക്യാരക്ടറാണേലും എല്ലാവരും വഴി ഞാൻ പറയാൻ ശ്രമിച്ചത്. അശോകൻ ചേട്ടാ നമസ്കാരം. ചേട്ടൻ്റെ കഥാപാത്രമായാലും നമുക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ വാർത്തകളിലൊക്കെ ഒരുപാട് ഇങ്ങനെ വായിച്ചിട്ടുണ്ട്, ഇങ്ങനത്തെ ഇൻസിഡൻസ് ഒക്കെ വായിച്ചിട്ടുണ്ട്. ശരിക്കും നമുക്കും വിഷമം തോന്നും, ഇങ്ങനൊരു അത്ര നാളും പോറ്റി വളർത്തിയവർ തന്നെ നമ്മളെ ഉപേക്ഷിക്കുമ്പോണ്ടെന്ന പെയിൻ അതൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇങ്ങനൊരു കഥാപാത്രം കിട്ടുമ്പോൾ ചേട്ടൻ മനസ്സിലൂടെ പോയ കാര്യം എന്തൊക്കെയായിരുന്നു? അല്ല, ഇത് തന്നെയാണ്. നമ്മൾ ഇതുപോലെ ഒരുപാട് വാർത്തകൾ കേട്ടും വായിച്ചും ഒക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ഒന്ന്, രണ്ടാമതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് സേതു എനിക്ക് പറഞ്ഞു തന്നു. ഈ ക്യാരക്ടറിൻ്റെ ഡെപ്ത് എന്താണെന്നും, ഒരുപാട് സീനുകളൊന്നുമില്ല ഷോട്ട്, അതിൽ കുറച്ച് സീനുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞു അത് തന്നെ അധികമാണ്, ഇത് പെർഫോം ചെയ്യേണ്ട ഒരു വേഷമാണ്. ആ പെർഫോമൻസിന് ചാൻസ് ഉണ്ട് ഇതിൽ. അത് 1-2 സീൻസിൽ മാത്രമേ ഉള്ളത്. പക്ഷെ ആ സീൻസ് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ളൊരു നറേഷൻ എനിക്ക് സേതുവിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. കാരണം അത് നമുക്ക് ഭയങ്കര പെയിൻഫുള്ളായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ആ ക്യാരക്ടർ ഉണ്ടാക്കുമ്പോൾ തന്നെ അതിന് പകുതി ഉണ്ട്, പിന്നെ ബാക്കി നമ്മൾ പകുതി അഭിനയിച്ചാൽ മതി. അപ്പോൾ അത് നല്ല പോസ്റ്റിംഗ് ആയിരുന്നു. അത് എവിടെയൊക്കെ വരുന്നു, എവിടെയൊക്കെയാണ് അതിൽ പെർഫോം ചെയ്യേണ്ട സ്ഥലങ്ങൾ എന്ന് പറയുന്ന അവിടെ നമുക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് തിയേറ്ററിൽ ആൾക്കാർ അത് കണ്ടിറങ്ങിയപ്പോഴാണ് ആൾക്കാർ പറഞ്ഞത് മനോഹരമായിട്ടുണ്ടെന്ന് പറഞ്ഞത്. അതിന് ഫുൾ ഉത്തരവാദിത്തം സേതു തന്നെയാണ്. സേതുവിൻ്റെ ചിലപ്പോൾ സേതു എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ ഇയാൾ. പക്ഷെ നമുക്ക് അറിയാവുന്ന സമൂഹത്തിൽ നമുക്ക് അറിയാവുന്ന ഒരാൾ തന്നെയാണ് ഈ മക്കാരക്ക. പടം ഇറങ്ങുന്നതിന് മുന്നേ കഥാപാത്രത്തിന്റെ പേര് പറഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ കുറെ തമാശകളെ പ്രതീക്ഷിച്ചു. പക്ഷേ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഒരുപാട് കോമഡികൾ ആവശ്യമില്ല കഥാപാത്രത്തിൽ. അല്ലെങ്കിൽ ഈ സിനിമ പറയുന്ന ആശയങ്ങൾ വെച്ച് നോക്കുമ്പോൾ തമാശകൾ കുറഞ്ഞിരുന്നാലാണ് ഡീപ്പായിട്ട് മനസ്സിലാവുന്നത്. അപ്പോൾ സിനിമ ചെയ്യുമ്പോൾ തമാശകൾ പറയാൻ സാധ്യത ഉള്ളിടത്ത് അറിഞ്ഞുകൊണ്ട് തമാശ പറയാതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അല്ല, ഇത് നമ്മൾ ഷൂട്ട് ചെയ്തപ്പോൾ സത്യം പറഞ്ഞ ഞാനും ആനന്ദം പറഞ്ഞു ഇത് സീരിയസ് പടമായിട്ടാണ് നമ്മൾ കണ്ടത്. പക്ഷെ ഡബ് ചെയ്യാൻ വന്നപ്പോഴാണ് ചില സ്ഥലങ്ങളിലൊക്കെ ഹ്യൂമർ ഉള്ളതായിട്ട് നമുക്ക് തോന്നിയത്. അപ്പൊ ഞാൻ സേതുവിനോട് പറയുന്നത്, സേതു വന്നു ഇവിടെ ചിരി കിട്ടാൻ സാധ്യത. അപ്പൊ ഞാൻ പറഞ്ഞത് ഹ്യൂമർ ഉണ്ടോ? സത്യം പറഞ്ഞാൽ ഇത് ഹ്യൂമർ പടമായിട്ട് ഹ്യൂമർ ഇല്ല അധികം, എന്നാലും ചെറിയ സ്ഥലങ്ങളിൽ ഹ്യൂമർ ഉണ്ട്. ഡബ് ചെയ്യുന്ന സമയത്താണ് അത് ഞാൻ സേതുവും ആനന്ദും പറഞ്ഞു ചില സ്ഥലങ്ങൾക്ക് ചിരിവിടാൻ സാധ്യതയുണ്ട് എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇത് എൻ്റെയും ആനന്ദിൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞങ്ങളുടെ സുഹൃത്തിനെ കൊണ്ട് കുഴിയിലെടുപ്പിക്കുക എന്നുള്ളതല്ല. അപ്പോൾ സുഹൃത്തിൻ്റെ കൂടെ നടക്കുക, അവൻ്റെ വേദനകൾ പങ്കെടുക്കുക, എന്നാലും ചെറിയ രീതിയിൽ കളിയാക്കിക്കൊണ്ടുള്ള ഇതിൽ പോകുന്ന ഒരു ക്യാരക്ടറാണ്. അല്ലാതെ ഹ്യൂമറായിട്ട് ഇപ്പം വിളിച്ചപ്പോഴേ പറഞ്ഞ് ഹ്യൂമറൊന്നും അല്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ എന്തോ ചില ചിരികൾ കിട്ടി, അതൊരു ബോണസാണ്. അതെ. ഇപ്പോഴത്തെ സമൂഹത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമില്ല. അതായത് ആ 2 പേരുടെ ലൈഫ് മാത്രമല്ല, ആ കൊച്ചിൻ്റെ ലൈഫും കൂടെ ബാധിക്കപ്പെടുന്നു. നമ്മൾ പലപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോഴത്തെ പിള്ളേരുള്ള ഡൈവേഴ്സ് റേറ്റ്സ് കൂടുമ്പോൾ അതൊരു ഭയങ്കര പെയിൻഫുൾ സാധനം തന്നെയാണ്. എത്രത്തോളം ഇപ്പോഴത്തെ വക്കീല് സമൂഹത്തിലെ വക്കീൽമാരുടെ സോൾസ് കേസൊക്കെ
പുരുഷന്മാരെ മാത്രം ഈ ഒരു മൂവിനകത്ത് പുരുഷന്മാരെ മാത്രം ഇത് ചെയ്യുന്നു, സ്ത്രീകൾ ചൂടാണെങ്കിലാണ് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പോകും. അപ്പൊ അത് എത്രത്തോളം ഈ വക്കീലന്മാരെ ഇത് വക്കീലന്മാരെ എത്രത്തോളം ഇത് എഫക്ട് ചെയ്യുന്നു? അതെ, ഈ വക്കീലന്മാർ കേസ് ഏറ്റെടുക്കുമ്പോൾ അവസാനം വരെ ഫൈറ്റ് ചെയ്യും. ഇപ്പോൾ വാദിക്ക് വേണ്ടിയാണെങ്കിൽ വാദിക്ക് വേണ്ടി മാക്സിമം ഫൈറ്റ് ചെയ്യും, പ്രോസിക്യൂഷൻ ആണെങ്കിൽ പ്രോസിക്യൂഷന് വേണ്ടി വാദിക്കും, പ്രതിക്ക് വേണ്ടിയാണെങ്കിൽ പ്രതിക്ക് വേണ്ടി വാദിക്കും. പക്ഷേ ഈ വാദിക്കുമ്പോഴും ഇവരുടെ മനസ്സിൽ മനുഷ്യത്വം എന്നൊരു കാര്യം ഉണ്ടാവുമല്ലോ, അത് പിന്നെ അതൊരു സർപ്രൈസ് എലിമെന്റ് ആണ്. അതുകൊണ്ട് കൂടുതൽ ഞാൻ റിവീൽ ചെയ്യുന്നില്ല. എന്നാൽ പോലും ഈ വിശ്വനാഥൻ എന്ന് പറയുന്ന ക്യാരക്ടർ അയാളെ ഏൽപ്പിച്ച കാര്യം അയാൾ നന്നായിട്ട് വാദിക്കുന്നുണ്ട്. അതിന്റെ റിസൾട്ട് സിനിമ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും ആ റിസൾട്ട് എന്തുകൊണ്ട് അങ്ങനെ ആവുന്നു. അവിടെ ചില ട്വിസ്റ്റുകളുണ്ട്, അവിടെ മാനുഷിക വശങ്ങൾ അതിനകത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു അഡ്വക്കേറ്റിന്റെ സത്യസന്ധത ചില സ്ഥലങ്ങളിൽ കാണാം. ചില ഒരു പോയിന്റിൽ അയാൾ തുറന്ന് പറയുന്നുണ്ട് ചില കാര്യങ്ങൾ. അതെന്താണെന്ന് ഇപ്പോൾ റിവീൽ ചെയ്യുന്നത് അത് ശരിയല്ല. ഈ ക്യാരക്ടറിന് സാധാരണഗതിയിൽ ഒരു അഡ്വക്കേറ്റിന് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ ട്വിസ്റ്റുകൾ ഈ റോളിൽ എനിക്ക് സേതു തന്നിട്ടുണ്ട്. അതിൽ വലിയ സന്തോഷമുണ്ട്. വിശ്വനാഥൻ എന്ന് പറയുന്ന അഡ്വക്കേറ്റിന് ആ ട്വിസ്റ്റ് ഒരു ക്യാരക്ടറൈസേഷനിലും അതിൻ്റെ പെർഫോമൻസിലും ഒക്കെ തന്നെ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. താങ്ക് യു. ജഗദീഷ് ചേട്ടാ, നമ്മളിപ്പോൾ ജീവിക്കുന്ന സൊസൈറ്റി എന്ന് പറയാൻ ഡിവോഴ്സിനൊക്കെ A4 ഷീറ്റിന് വില പോലും ഇല്ല. A4 ഷീറ്റ് പേപ്പറിൻ്റെ ഒരു വില പോലും കിട്ടുന്നില്ല. ഒന്ന് പറഞ്ഞ് രണ്ടിന് ഡിവോഴ്സ് എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആക്കിയ ആളുകൾ അതൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഒരു അങ്ങനെ ഒന്ന് പറഞ്ഞ ഡിവോഴ്സാണ് ഒരാളുടെ സ്വത്തിന് എത്ര ഭാഗം കിട്ടിയിരിക്കണം, എന്തോ ഒരു എന്താ അവകാശം പോലെയാണിത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞ നിയമത്തിൽ ഇങ്ങനെയുള്ള ലൂപ്പ് ഹോൾസ് ഉള്ളത് എന്താ പറയുക, നമുക്ക് ഒരു ചൂഷണം പോലെ അല്ലേ. നമുക്കിപ്പോൾ ഒരാളെ നമുക്ക് ഇപ്പം അറിഞ്ഞെന്താ സ്നേഹിച്ചെന്ന് വിവാഹം കഴിക്കാൻ പോലും ഇപ്പം 10 തവണ ആലോചിക്കേണ്ട ഒരു അവസ്ഥയാണ്. അല്ല, ശരിയാണ്, വളരെ ശരിയാണ്. നിയമത്തിന്റെ ഒരുപാട് പഴുതുകളുണ്ട്, ലൂപ്പ് ഹോൾസ് ഉണ്ട്. അത് അടയ്ക്കുക തന്നെ വേണം. അതോടൊപ്പം തന്നെ പെട്ടെന്ന് ഈ പറയുന്ന പോലെ ഈ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത് ചില പിടിവാശികൾ, അഡ്ജസ്റ്റ്മെന്റ്. ഇപ്പോൾ ഭാര്യ ഭർത്താവിന്റെ അടിമയാകണ്ട, ഒരിക്കലും ഞാൻ പറയില്ല, തുല്യസ്ഥാനം വേണം. പക്ഷേ ഭർത്താവ് പറയുന്ന ചില കാര്യങ്ങളിൽ ഇപ്പൊ ജോലി സ്ഥലത്ത് ഇപ്പൊ രണ്ടുപേർക്ക് 2 സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ബാംഗ്ലൂരും ഒരാൾക്ക് ചെന്നൈയിലും, എനിക്കറിയാവുന്ന ഒരു കേസ് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആണ്. അപ്പോൾ ഭാര്യ പറഞ്ഞു ഭർത്താവിനോട് നിങ്ങൾ ബാംഗ്ലൂർ വരണം ട്രാൻസ്ഫർ വാങ്ങിച്ച്. ഭർത്താവ് പറഞ്ഞു നീ ട്രാൻസ്ഫർ വാങ്ങിച്ച് ചെന്നൈയിൽ വരണം. ഒരു ഡിവോഴ്സായി. പക്ഷെ അതൊരു കോംപ്രമൈസ് ആകാവുന്നുള്ള കാര്യമാണ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എൻ്റെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവ് ആണ്. അപ്പം ഞാൻ ഇടപെടുമ്പോൾ അവർ രണ്ടുപേരും കോംപ്രമൈസിന് തയ്യാറല്ല. അപ്പോൾ ഒരു സിറ്റിയാണോ ദാമ്പത്യത്തിനേക്കാളും വലുത്? ചെന്നൈ ബാംഗ്ലൂർ എന്നുള്ള ഒരു കമ്പാരിസൺ ആണോ ഒരു ദാമ്പത്യ ജീവിതത്തിനേക്കാളും വലുത്? എത്രയോ വർഷം ഒരുമിച്ച് കഴിയേണ്ടതാണ്. ഈ ഭാര്യയ്ക്കും ചിന്തിക്കാവുന്നേ ഉള്ളൂ, ബാംഗ്ലൂരിന് ഇതേ സുഖ സൗകര്യങ്ങൾ നാളെ ഉണ്ടാവണമെന്നില്ല. ഭർത്താവിനും ചിന്തിക്കാം, ചെന്നൈയിൽ ഇപ്പൊ കണ്ടെത്തുന്ന സുഖ സൗകര്യങ്ങൾ നാളെ ഉണ്ടാകണമെന്നില്ല. അതിനപ്പുറം ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരവരുടെ ടേസ്റ്റ്, വളർന്ന സാഹചര്യമുണ്ട്, ജീവിച്ച സാഹചര്യമുണ്ട്. അത് ഭാര്യയായിരുന്നാലും ഭർത്താവായിരുന്നാലും അത് ഭർത്താവിന്റെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ ശ്രമിക്കണം. ഭർത്താവും അതേപോലെ ഭാര്യയുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ ശ്രമിക്കണം. അൾട്ടിമേറ്റ് ആയിട്ട് മനസ്സുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. മനസ്സിലുള്ളത് എന്താണ് പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ പല ഡിവോഴ്സുകളും ഒഴിവാക്കാം. പിന്നെ കാശിനോടുള്ള അമിതമായിട്ടുള്ള ഒരു സ്നേഹം, അത് ഭാര്യയ്ക്കായിരുന്നാലും ഭർത്താവിനായിരുന്നാലും സ്ത്രീധനത്തിന്റെ പ്രശ്നമൊക്കെ തന്നെ ഇപ്പോഴും ഡൗറി ഒക്കെ കുറ്റകരമാണെന്ന് പറയുമ്പോൾ പോലും നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് വേറെ രീതിയിൽ ഗിഫ്റ്റായിട്ടും സന്തോഷമായിട്ടും കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ആ സമ്പ്രദായം 100% തുടച്ചു മാറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നിയമത്തിന്റെ ഈ ലൂപ്പ് ഹോൾസ് ഒരു വശത്ത്, മറുവശത്ത് നമ്മുടെ മനസ്സിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ കാലത്തിനനുസരിച്ച് കുറച്ച് കോൺഫിഡൻസ് ഇരു വിഭാഗത്തിനും കിട്ടുമ്പോൾ ഇതിലൊന്നും വലിയ കാര്യമില്ല, ഒരു ദിവസം തന്നെ ഈ ബന്ധമൊക്കെ നമുക്ക് വലിച്ചെറിയാം എന്ന് തോന്നുന്ന അതിനൊരു സാങ്ക്ടിറ്റി, അതിനൊരു പവിത്രത ഈ ദാമ്പത്യത്തിൽ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാവരും അല്ല കേട്ടോ, ഇപ്പോഴും അത് വളരെ ഒരു പവിത്രമായിട്ടുള്ള ഒരു ബന്ധമാണ് ദാമ്പത്യ ജീവിതം എന്ന് കരുതുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഒരു മൈനോറിറ്റി ഉണ്ട്. ആ മൈനോറിറ്റി അത് കൂടാതിരിക്കാൻ ഇത്തരം സിനിമകളിൽ ചിന്തകളിലൂടെ കഴിയട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. അതിങ്ങനെ വർദ്ധിക്കാതിരിക്കട്ടെ. ഡിവോഴ്സുകളൊക്കെ കുറയാൻ, അന്യായമായ കാരണങ്ങൾ പറഞ്ഞ് ഭർത്താവിനെയോ ഭാര്യയോ ക്രൂശിക്കുന്നത് കുറയാൻ ഈ സിനിമയ്ക്ക് ഏതെങ്കിലും തരത്തിൽ സഹായിക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷമാണ്. അതൊരു വലിയ ചോദ്യമാണ്, അത്ര എളുപ്പമല്ല. നമുക്ക് പറയാം, ചുമ്മാ ഒരു പൈങ്കിളിയായിട്ട് പറയാം, അത് പെട്ടെന്ന് ഈ സിനിമ കണ്ടിട്ട് തന്നെ 10 പേര് അവരുടെ തീരുമാനം മാറ്റി എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ അതല്ല, ഒരു മനസ്സിലൊരു തോട്ട് വന്നല്ലോ. ഇപ്പൊ നിങ്ങളുടെ ചോദ്യത്തിൽ തന്നെ ഞങ്ങൾ ഹാപ്പിയാണ്.
നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ, ഇത് മനസ്സിൽ എന്തെങ്കിലും രീതിയിൽ സ്പർശിച്ചിട്ടുള്ളത് കൊണ്ടല്ലേ നിങ്ങൾ ചോദിക്കുന്നത്. അതിൽ നിങ്ങൾ കൃതാർത്ഥരാണ്. ഉടൻ തന്നെ ഒരു സമൂലമായ മാറ്റമൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അത് സത്യമാണ് പറഞ്ഞത്. അതെ അതെ, തീർച്ചയായിട്ടും എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് സത്യസന്ധമായിട്ടുള്ള ഒരു കഥയാണ്. ഇതിനകത്ത് സിനിമയ്ക്ക് വേണ്ടിയുള്ള എന്റർടൈൻമെന്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ചേർക്കലേ ഉള്ളൂ. ഇതിലെ സംഭവങ്ങളും സംഭവ പരമ്പരകളും സത്യമാണ്, 100% സത്യമാണ്. കള്ളം ഒന്നും ഒരിടത്തുമില്ല. ജീവിതത്തിൽ സേതുവിന് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള കാര്യങ്ങളുടെ എന്റർടൈൻമെന്റ് വെർഷനാണ്. ഒരു എന്റർടൈനർ ആക്കണം സിനിമ, ഡോക്യുമെന്റേഷൻ പറ്റില്ലല്ലോ. അപ്പൊ സിനിമ അതൊരു രസകരമായിട്ടുള്ള രീതിയിൽ ഇത്രയും കഥാപാത്രങ്ങൾ വന്നു. ഇതേപോലെ എക്സാക്ട് വിശ്വനാഥനായിരിക്കില്ല, അഡ്വക്കേറ്റ് ആയിരിക്കില്ല. അതേപോലെ എക്സാക്ട് പിന്നെ സഹദേവനായിരിക്കില്ല സേതു. അപ്പൊ ആ വ്യത്യാസം എന്തായിരുന്നാലുണ്ട്. സിനിമയ്ക്ക് വേണ്ടിയുള്ള വ്യത്യാസങ്ങളുണ്ടാവും. ബാക്കി സംഭവങ്ങളെല്ലാം അടിസ്ഥാനപരമായി സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. അത് ധൈര്യസമേതം നമുക്ക് പറയാം. അതുപോലെ ഇപ്പം ഇറങ്ങിയ സിനിമകൾ ഇപ്പം കരിയറിൽ ഏറ്റവും നല്ല രീതിയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, നല്ല നല്ല കഥാപാത്രങ്ങൾ, കുറച്ച് റിയലിസ്റ്റിക് ആക്ടർ എന്ന ലെവലിലേക്ക് ആസിഫ് ഖാൻ ഇപ്പോൾ കുറച്ചുകൂടെ ആളുകൾക്ക് അടുത്തറിയാൻ പറ്റുന്ന ഒരു ആക്ടറാണ്. ഇപ്പോൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾ പോലെ നമുക്ക് എവിടെയോ കണ്ടിട്ടുള്ള, എവിടെയോ കേട്ടിട്ടുള്ള ഒരാൾ അങ്ങനത്തെ കഥാപാത്രങ്ങൾ ഇച്ചിരി നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ കഴിഞ്ഞിടെ ഇറങ്ങിയ സർക്കിട്ട് എന്ന സിനിമയിലെ ആ കഥാപാത്രം നല്ല റെസ്പോൺസുകളാണ് വന്നത്. പക്ഷേ തിയേറ്ററിൽ അത്രയും ആളുകൾ കയറുന്നുണ്ട്. എപ്പോഴെങ്കിലും അങ്ങനെ നല്ല കഥകൾ വരുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? എനിക്ക് ചിലപ്പോൾ ആളുകൾ ചില പെർട്ടിക്കുലർ ടൈമിൽ തിയേറ്റേഴ്സിൽ വന്ന് കാണാൻ ഇഷ്ടപ്പെടുന്നത് വേറൊരു തരത്തിലുള്ള സിനിമകളായതുകൊണ്ടായിരിക്കാം. നമുക്ക് എല്ലാ സിനിമയും കൊമേഴ്ഷ്യലി സക്സസ് ആവണമെന്ന് പറയാൻ പറ്റില്ല. നല്ല സിനിമകൾ ചെയ്യാം. വിജയിക്കുന്ന സിനിമകൾ എന്ന് പറയുമ്പോൾ ചിലപ്പം തിയേറ്റേഴ്സിൽ വന്ന് കാണാൻ കുറച്ച് എക്സ്ട്രാ ഫാക്ടേഴ്സ് ഒക്കെ ഉള്ള സിനിമകളായിരിക്കാം. ശരിക്കും എനിക്ക് നല്ല ഒരു ആക്ടറിനും മനസ്സിലാവാത്ത ഒരു കാര്യമാണ് പല സമയത്തും ചില സിനിമകൾ തിയേറ്ററിൽ എന്തുകൊണ്ടാണ് ആളുകൾ കാണാൻ പ്രിഫർ ചെയ്യാത്തത് എന്നുള്ളത്. അതൊരു ഉത്തരവില്ലാത്ത ചോദ്യമാണ്. പക്ഷെ നല്ല സിനിമ ചെയ്യാനേ നമുക്ക് ശ്രമിക്കാൻ പറ്റുള്ളൂ. ആളുകളെ കാണിക്കുക എന്നുള്ളത് കുറച്ച് പണിയാണ്. ഇപ്പം അതേപോലെ നിൽക്കുമ്പോൾ നമ്മളിപ്പോൾ കരിയറിൽ നല്ല പീരീഡ് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ആളുകൾ ഓൾറെഡി രജിസ്റ്റർ ആണ്. ഇന്ന കഥാപാത്രങ്ങൾ കണ്ട് ഇപ്പോൾ ചില സിനിമകൾ കാണുമ്പോൾ പറയാതിരിക്കാം, ചേട്ടാ അതേപോലത്തെ കഥാപാത്രം ഇനി ചെയ്യാമോ, അല്ലെങ്കിൽ അങ്ങനത്തെ കഥകൾ ഇനി വരുമോ എന്നൊക്കെ. അങ്ങനെ ഒരു ടൈം പീരീഡ് അല്ലെങ്കിൽ ടൈം ലോക്കിൽ നിൽക്കുന്നതായിട്ട് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? എനിക്ക് ആ ക്യാരക്ടറിന് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രം വന്നിരുന്നെങ്കിൽ ഇന്ന ഒരു കഥാപാത്രം വരുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. എനിക്ക് ഈ പലപ്പോഴും ഇപ്പൊ എന്നിലേക്ക് എത്തുന്നത് കോമൺ ഓഡിയൻസിന്, സാധാരണക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സാധാരണക്കാരനായിട്ടാണ് എന്നെ കാണാൻ എപ്പോഴും ആളുകൾ ആഗ്രഹം കാണിച്ചിട്ടുള്ളത് അധികവും. അപ്പൊ അത് ബ്രേക്ക് ചെയ്യണം എന്നുണ്ട്. ഒരു ലാർജർ ദാൻ ലൈഫ് സിനിമ ഉടനെ സംഭവിക്കും. അതിലും ഞാൻ ശ്രമിക്കുന്നുണ്ട്. So honored. Thank you. അതെന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നവരുടെ പ്രത്യേകതയാണ്. അതിൻ്റെയൊക്കെ ക്രെഡിറ്റ് സംവിധായകർക്കുള്ളതാണ്. അവരാണ് എന്നെ കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ അത് പെർഫോം ചെയ്യിക്കുന്നത്. ഇപ്പൊ എന്നെ കൊണ്ട് കൂടുതൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയാൽ കൂടുതൽ ടേക്സ് പോകാനും കൂടുതൽ സമയം തരാനും ഒക്കെ അവർ തയ്യാറാവുന്നത് കൊണ്ടാണ് അങ്ങനെ നല്ല പെർഫോമൻസ് അല്ലെങ്കിൽ നല്ല മൊമെന്റ്സ് ഒക്കെ കിട്ടുന്നത്. അപ്പൊ അത് എൻ്റെ സംവിധായകനുള്ള ക്രെഡിറ്റ് ആണത്. ഇപ്പം സിനിമ മൊത്തത്തിൽ മാറി ഫുള്ളി ഒരു എന്റർടൈൻമെന്റ് പർപ്പസ് അല്ലെങ്കിൽ ബിസിനസ് ആ രീതിയിലാണ് ഇപ്പോൾ സിനിമ വന്നത്. വീണ്ടും താങ്കൾ അല്ലെങ്കിൽ അതേപോലുള്ളവരാണ് ചുരുക്കം ആളുകളാണ് മെസ്സേജ് അതിനോടൊപ്പം തന്നെ എന്റർടൈൻമെന്റും ഒരുമിച്ച് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ ആ ഒരു വിഷയം ഓൾറെഡി ഉണ്ടായിരുന്നു. മെസ്സേജ് കൊടുക്കുക അല്ലെങ്കിൽ ടേക്ക് അവേ ഒരുപാടുണ്ട്. അല്ല, മെസ്സേജ് കൊടുക്കാൻ വേണ്ടി മാത്രം ഒരു ചിത്രം ഉണ്ടാക്കുക എന്ന് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അഡ്രസ് ചെയ്യപ്പെടേണ്ട വിഷയം എന്റർടൈനിങ് ആയിരിക്കണം എന്നുള്ള രീതിയിൽ നമ്മളത് നോക്കിയിട്ടുണ്ട് സ്ക്രിപ്റ്റില്. ജഗദീഷ് ചേട്ടാ, അതിൽ നിന്നൊരു ചോദ്യം ചോദിക്കണം. ഇപ്പം അതായത് ഇപ്പം കുറച്ച് നാൾ മുമ്പ് വരെ നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല സിനിമ, മോശം സിനിമ, ആവറേജ് സിനിമ, കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമ എന്നൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആളുകൾ പറഞ്ഞാൽ 100 കോടിയുടെ സിനിമ, 150 കോടിയുടെ സിനിമ, ഇത്ര ബഡ്ജറ്റ് കിട്ടിയ സിനിമ, ഇന്ന ആക്ടർ ഇത്ര കോടി ഉടക്കിയ സിനിമ. ഒരു സിനിമ എന്ന ഒരു കല അല്ലെങ്കിൽ ഒരു കണ്ടിരിക്കാൻ ഒരു ആസ്വാദന എപ്പോഴും നഷ്ടപ്പെടുന്നതായിട്ട് തോന്നുന്നുണ്ടോ സിനിമയ്ക്ക്?
ഇല്ല, അത് അങ്ങനെ വരുന്നത് കൂടുതലും നമ്മൾ ചില ടൈപ്പ് ഓഫ് മൂവീസ് ഉണ്ട്. അത് സൂപ്പർ സ്റ്റാർസിനോ അല്ലെങ്കിൽ അത്രയും വാല്യൂ ഉള്ള സ്റ്റാർസിനോ ഒക്കെ ഉള്ള അവരുടെ ചില ടൈപ്പ് ഓഫ് മൂവീസ്. അതും ഈ സൂപ്പർ സ്റ്റാർസിൻ്റെ എല്ലാ മൂവീസും അല്ല. ഇപ്പൊ നമ്മള് മമ്മൂക്കയുടെ കാതൽ നല്ല പടമാണ്, അത് എത്ര കോടി ക്ലബിൽ കയറിയെന്ന് ആരും അന്വേഷിച്ചിട്ടില്ല. നല്ല ചിത്രത്തിന്റെ പട്ടികയിലാണ് നമ്മൾ പെടുത്തുന്നത്. അതേപോലെ തന്നെ ആഭ്യന്തര കുറ്റവാളി എത്ര കോടി ക്ലബിൽ നിന്ന് ആരും ചർച്ച ചെയ്യില്ല, ഉറപ്പാണ്. എത്ര കിട്ടിയാലും സന്തോഷമാണ് നിസാമിന്. വേറെ ഒരു കോടി ക്ലബിലേക്ക് കടക്കുന്നില്ല. ചിലപ്പോൾ ആസിഫ് പറഞ്ഞ പോലെ ലാർജർ ദാൻ ലൈഫ് ഇമേജ് എന്ന് പറയുന്ന ആസിഫ് അഭിനയിക്കാൻ പോകുന്ന പടത്തിനെ കുറിച്ച് ചിലപ്പോൾ എത്ര കോടി ക്ലബില്, അപ്പൊ പ്രതീക്ഷയാണ് ഞാൻ പറയുന്നത്. അത് കുറച്ചൊരു വലിയ പടമായിട്ട് ക്യാൻവാസിൽ വരുമ്പോൾ അത് ചിലപ്പോൾ അതർ ലാംഗ്വേജസ്, അങ്ങനെയൊക്കെ ഈ കോടി ക്ലബ് എന്ന് പറയുമ്പോൾ അതർ ലാംഗ്വേജസിൽ പോകാൻ സാധ്യതയുണ്ട്, അതർ സ്റ്റേറ്റ്സിൽ അല്ലെങ്കിൽ ഗൾഫിലും ഒക്കെ തന്നെ. അങ്ങനെ ലാർജർ ദാൻ ലൈഫ് എന്ന് പറയുമ്പോൾ ലോകം മുഴുവൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചില കഥകളുണ്ട്. ഈ ആഭ്യന്തര കുറ്റവാളി എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യൻ കണ്ടീഷൻസിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഹിന്ദിയിൽ പോലും ചിലപ്പോൾ ഇതെടുക്കാൻ നേരത്തെ വേറെ രീതിയിൽ കുറച്ച് സ്റ്റോറി ഒന്ന് മാറ്റേണ്ടി വരും. ഇവിടുത്തെ കേരളത്തിന്റെ അന്തരീക്ഷത്തിലുള്ള കാര്യമായിട്ടാണ് നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത്ര കോടി ക്ലബ് എന്നുള്ള ഒരു മുൻവിധി നമുക്കുണ്ടാകില്ല. നിങ്ങളും അങ്ങനെ ചിന്തിക്കുന്നു ഞാൻ വിചാരിക്കുന്നില്ല. അപ്പൊ ചില ചിത്രങ്ങളാണ് ഇത്ര കോടി ക്ലബിൽ കടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അപ്പോ ആസിഫ് അലി എന്ന നടനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം, സൂപ്പർ സ്റ്റാർ എന്ന പദവിയിലേക്ക് ചിലപ്പം എത്തുമായിരിക്കും. പക്ഷെ ഇന്ന് സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണം അദ്ദേഹത്തിന് താല്പര്യമില്ല, നമുക്ക് ചാർത്താനും താല്പര്യമില്ല. അദ്ദേഹം സൂപ്പർ ആക്ടർ എന്ന് വിശേഷിപ്പിക്കാനാണ് നമുക്ക് താല്പര്യം.